ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി. 2019 ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വീതമാണ് ധനസഹായമായി നൽകുന്നത്. ഈ തുക 2000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നു. ഇതുവരെ 21 ഗഡുക്കൾ വിജയകരമായി വിതരണം ചെയ്ത സർക്കാർ നിലവിൽ 22ാമത്തെ ഗഡു വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പദ്ധതി ആരംഭിച്ച് ഇതുവരെയായി ഏകദേശം 4.09 ലക്ഷം കോടി രൂപയിലധികം കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. PM കിസാൻ പോർട്ടലിൽ കൃത്യമായ ഭൂമി വിവരങ്ങൾ അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ, EKYC എന്നിവ നിർബന്ധമാണ്. 2025 നവംബർ 19 21ാമത്തെ ഗഡു വിതരണം ചെയ്തത്. അന്ന് 9 കോടിയിലധികം വരുന്ന കർഷകർക്കായി ഏകദേശം 18,000 കോടി രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത്. 22ാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി ഗുണഭോക്തൃ പട്ടികയിൽ പേരുണ്ടെന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ PM കിസാൻ മൊബൈൽ ആപ്പ് വഴിയോ ലളിതമായി EKYC നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. PM കിസാൻ പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷകൾ വെക്കാൻ എന്തെല്ലാം യോഗ്യതകൾ വേണമെന്ന് നോക്കാം. സംസ്ഥാനത്തെയോ കേന്ദ്രഭരണ പ്രദേശത്തെയോ ഭൂരേഖകളിൽ പേരുള്ള ഭൂവുടമയായ കർഷകന് PM കിസാൻ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. 1/2/2019 സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭൂരേഖകളിൽ പേരുള്ള 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശം വച്ചിരിക്കുന്ന എല്ലാ ഭൂവുടമ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കും. ഇനി ആർക്കെല്ലാം യോഗ്യതയില്ലെന്ന് നോക്കാം. സ്ഥാപന ഭൂവുടമകൾക്ക് PM കിസാൻ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ ഭരണഘടനാ പദവികൾ വഹിച്ചിട്ടുള്ള മുൻകാലത്തെയോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയ വ്യക്തികൾ, അതുപോലെ മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ, അതുപോലെ സംസ്ഥാന നിയമസഭകൾ എന്നിവയിലെ മുൻപത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അംഗങ്ങൾ, മുൻ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ ചെയർമാൻ, ജില്ലാ പഞ്ചായത്തുകളുടെ മുൻപ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺമാർ എന്നിവർ യോഗ്യരല്ല. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ മന്ത്രാലയങ്ങൾ, ഓഫീസുകൾ, വകുപ്പുകൾ, അവയുടെ ഫീൽഡ് യൂണിറ്റുകൾ, അതുപോലെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിനു കീഴിലുള്ള അറ്റാച്ച്ഡ് ഓഫീസുകൾ, അതുപോലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സേവനം അനുഷ്ഠിക്കുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാരും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല. അതുപോലെ 10,000 രൂപയോ അതിൽ കൂടുതലോ പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന എല്ലാ സൂപ്പർ അന്വേറ്റഡ് റിട്ടയർഡ് പെൻഷൻകാർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ആർക്കിടെക്റ്റുകൾ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. PM കിസാൻ പദ്ധതിയിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം pmkisan.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി PM കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പോർട്ടലിൽ പുതിയ കർഷക രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പറും മറ്റു ആവശ്യമായ വിശദാംശങ്ങളും നൽകുക. ഇനി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുന്നതിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും നൽകുക. വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്തുള്ള പൊതുസേവന കേന്ദ്രം അല്ലെങ്കിൽ പ്രാദേശിക കൃഷി ഓഫീസ് സന്ദർശിക്കുക. ഭൂമി, ആധാർ, ഭൂമിരേഖ, അതായത് 2019 കരമടിച്ച റെസീറ്റ്, ബാങ്ക് വിശദാംശങ്ങൾ, മൊബൈൽ നമ്പർ തുടങ്ങിയ ആവശ്യമായ രേഖകൾ നൽകുക. CSC ഓഫീസർ രേഖ പരിശോധിച്ച ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കും.